flip flop as counter. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് ടൈപ്പ് കൗണ്ടർ ഉണ്ട്, സിങ്ക്രോണസ് കൗണ്ടർ ഉണ്ട്, അസിങ്ക്രോണസ് കൗണ്ടർ ഉണ്ട്. ഇനി അസിങ്ക്രോണസ് കൗണ്ടറിൽ ക്ലോക്ക് പൾസ് ഈസ് ഓൺലി ഗിവൺ ടു ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രമാണ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നുള്ളൂ. ആൻഡ് സിങ്ക്രോണസ് കൗണ്ടറിൽ ക്ലോക്ക് പൾസ് വിൽ ഗിവൺ ടു ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സൈമിൾട്ടേനിയസ്ലി. സിങ്ക്രോണസ് ചെയ്തിരിക്കുകയാണ് ക്ലോക്ക് പൾസ്. ഓക്കെ, അപ്പം അസിങ്ക്രോണസ് കൗണ്ടറിൽ നമ്മൾ പറഞ്ഞു അപ്പ് കൗണ്ടറും ഉണ്ട് ഡൗൺ കൗണ്ടറും ഉണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സിങ്ക്രോണസ് കൗണ്ടറിൽ അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, സീക്വൻസ് ജനറേറ്റർ, അങ്ങനെ different type ഉണ്ട്. Okay, so counter circuit can be classified as asynchronous, synchronous counter, and in asynchronous counter we can have up counter and down counter. And down counter, and like this in synchronous counter we can have up counter, down counter, and a sequence generator. Like that, right? Okay, before going that to the detail of this synchronous asynchronous counter, ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. ഇൻകമിങ് ക്ലോക്ക് പൾസിനെയാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്താണ് ക്ലോക്ക് പൾസസ്, എന്താണ് ക്ലോക്ക് പൾസസിന് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ക്ലോക്ക് പൾസിൻ്റെ ഇൻകമിങ് ക്ലോക്ക് പൾസിനെയാണ് ഇത് കൗണ്ട് ചെയ്യുന്നത്. വെദർ ഇറ്റ്സ് അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, സീക്വൻസ് ജനറേറ്റർ ഏതാണെങ്കിലും ഇൻകമിങ് ക്ലോക്ക് പൾസ് ആണ്. അപ്പോൾ ഈ ക്ലോക്ക് പൾസിൻ്റെ എന്താണ് കൗണ്ട് ചെയ്യുന്നതെന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ഈ ട്രെയിൻ ഓഫ് പൾസസ് ആണ് ഈ ക്ലോക്ക് പൾസസ് എന്ന് പറയുന്നത്. സ്ക്വയർ വേവ്സിൻ്റെ ഒരു ട്രെയിൻ ഓഫ് ക്ലോക്ക് ആണ് നമ്മുടെ ക്ലോക്ക് പൾസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ഓഫ് പൾസസ് ഉണ്ട്. ഇതിൻ്റെ എവിടെയാണ് കൗണ്ട് ചെയ്യുന്നത്, എന്താണ് കൗണ്ട് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ക്ലോക്ക് പൾസിന് അതിൻ്റെ ട്രിഗറിങ് എപ്പോഴാണ് അത് ട്രിഗർ ചെയ്യുന്നത്, എപ്പോഴാണ് അതിൻ്റെ കൗണ്ടിങ് ട്രിഗർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം രണ്ട് ടൈപ്പ് ട്രിഗറിങ് ഉണ്ട്. ഒന്ന് ലെവൽ ട്രിഗറിങ് ഉണ്ട്. ലെവൽ ട്രിഗറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഈ ഇപ്പം 1 ആയിരിക്കുന്ന അവസ്ഥയിൽ ഇത് 0 ആയിരിക്കുന്ന അവസ്ഥയാണ്, ഇത് 1 ലോജിക് 1 ആയിരിക്കുന്ന അവസ്ഥയാണ്. ലോജിക് 1 ആയിരിക്കുന്ന അവസ്ഥയിൽ ട്രിഗർ ചെയ്യുക. ലൈക്ക് ഇപ്പം ഇത് ബി ആയിട്ട് എടുക്കുക, ഇത് 0 ആയിരിക്കുന്ന അവസ്ഥയിൽ ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ 1 ആയിരിക്കുന്ന അവസ്ഥയിൽ ട്രിഗർ ചെയ്യുക. ലൈക്ക് ബി പൊസിഷൻ, അതായത് 1 ആയിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥയിൽ കൗണ്ട് ചെയ്യുക, 0 ആയിരിക്കുന്ന അവസ്ഥയിൽ കൗണ്ട് ചെയ്യുക. ഈ സാധാരണ നമ്മൾ ഉപയോഗിക്കാറില്ല ലെവൽ ട്രിഗറിങ്. എഡ്ജ് ട്രിഗറിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എഡ്ജ് ട്രിഗറിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐദർ ഇറ്റ്സ് ഗോയിങ് ടു 0 to 1. ഇപ്പോൾ നമ്മൾ ഈ ക്ലോക്ക് പൾസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 to 1 പോകുന്ന ഒരു പൊസിഷൻ ഇതാണ്. 0 to 1 ട്രാൻസിഷൻ ചെയ്യുന്നത്, അതായത് ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ ക്ലോക്ക് പൾസിനെ എണ്ണുക എന്നുള്ളത്. ഇതെന്ന് പറയുന്നത് ഇപ്പം കൺസിഡർ ഈ പോയിന്റിനെ എ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്. പോസിറ്റീവ് എഡ്ജ് എന്ന് വെച്ചാൽ 0 to 1 പോകുന്നതിനാണ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ആൻഡ് കൺസിഡർ ദിസ് ഇസ് സി 1 to 0. 1 to 0 പോകുന്നതാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ കോമൺലി നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ് കോമൺലി ഉപയോഗിക്കുന്നത്. സി ആണ് കോമൺലി ഉപയോഗിക്കുന്നത്. എ എന്ന് പറയുന്നത്, അതായത് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും നമ്മൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും കൂടുതൽ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്. അതായത് വെൻ ദ ക്ലോക്ക് പൾസ് ഗോയിങ് ടു 1 to 0 ട്രാൻസിഷൻ ഇറ്റ് വിൽ കൗണ്ട്, അത് കൗണ്ട് ചെയ്യും. ഓക്കെ, ആ അവസ്ഥയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ഒരു ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഞാൻ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ടി ഇൻപുട്ട് ഉണ്ട്, ക്യൂ ഉണ്ട്, ക്യൂ ബാർ ഉണ്ട്, ടിയിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ആൻഡ് ദിസ് ഈസ് മൈ ക്ലോക്ക്. അപ്പോൾ ക്ലോക്ക് പൾസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു ആരോ മാത്രമേ ഉള്ളൂവെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു പോസിറ്റീവ് ട്രിഗറിങ് ആണെന്നാണ്. അപ്പോൾ ഒരു ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണെന്നാണ്. ഓക്കെ, ദിസ് ഈസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്. അപ്പോൾ ഫിഗറിൽ നോക്കി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ജസ്റ്റ് ഒരു ആരോ മാർക്ക് മാത്രമാണ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ആണ്.
ഇനി നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സെയിം സർക്യൂട്ട് തന്നെ Q bar and there is a bubble is there. നിങ്ങൾ സർക്യൂട്ട് നോക്കി കഴിയുമ്പോൾ ഞാൻ ചിലയിടത്തൊക്കെ ബബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ബബിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബബിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിംഗ് ആണെന്നാണ്. അതായത് ക്ലോക്ക് പൾസ് വെനെവർ ദർ ഇസ് എ 1 to 0 ട്രാൻസിഷൻ ഇറ്റ് വിൽ ട്രിഗേഡ്. അപ്പോൾ അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ക്ലോക്ക് പൾസിൻ്റെ ട്രിഗറിങ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഇത് ബേസിക്കിന് വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഓക്കെ, ഇനി നമ്മൾ അസിൻക്രണസ് കൗണ്ടറിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കൺസിഡർ അസിൻക്രണസ് കൗണ്ടറിൽ അപ്പ് കൗണ്ടറും ഉണ്ട് ഡൗൺ കൗണ്ടറും ഉണ്ട്. അപ്പം അസിൻക്രണസ് കൗണ്ടറിൽ ക്ലോക്ക് പൾസ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഐദർ ഇറ്റ്സ് ഔട്ട്പുട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റിൽ നിന്നാണോ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഫോർ അപ്പ് കൗണ്ടർ വി ആർ ഗിവൺ the output of the first flip flop to the clock of the second flip flop. Okay, so consider a 3-bit up counter, an asynchronous up counter ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3-bit up counter ആണെങ്കിൽ നമുക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. can have 3 flip flop. Consider I am realizing using T flip flop. You can also realize using JK flip flop. അപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് ചെയ്യുന്ന എല്ലാ സർക്യൂട്ടും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജെയും കെയുടെ ഷോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവും. കൺസിഡർ ദിസ് ഇസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എ. അപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് ക്യു എ ബാർന്ന് എടുക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് മൈ ബി ഫ്ലിപ്പ് ഫ്ലോപ്പ്. This is TB, QB. This is my third flip flop. C. This is TC, QC bar. Okay, fine. So I am applying clock, incoming clock only to the first flip flop. That is flip flop A. So these all are in the toggled condition. Toggled condition ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോഗിൾഡ് കണ്ടീഷനിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. സോ ദിസ് ഇസ് +5 വോൾട്ടേജ് ഇവിടെ ഇൻപുട്ടിൽ കൊടുക്കും. എല്ലാത്തിനകത്തും +5 വോൾട്ടേജ് ആയിരിക്കും കൊടുക്കും. കാരണം ടോഗിൾഡ് കണ്ടീഷനിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ദ ക്ലോക്ക് ഓഫ് ദി സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഹിയർ ഇറ്റ് ഈസ് ദ ക്ലോക്ക് ഓഫ് ദി തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, സോ ദിസ് QA ഈസ് ഗിവൺ ആസ് ദി clock. Here QB is given as the clock, and here it is the output QC, QB, QA. This is my LSB, this is my MSB. Okay, so I can get the count QC, QB, QA as 0, 0, 0 up to 1, 1, 1. That is 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1. Up counter ആകുമ്പോൾ അങ്ങനെയാണ് കൗണ്ട് ചെയ്ത് പോകേണ്ടത് അല്ലേ. സോ I need to get this type of counting from this by the incoming clock pulse. Incoming clock pulse വരുന്നതിനനുസരിച്ച് എനിക്ക് അങ്ങനെ കൗണ്ട് ചെയ്ത് കിട്ടണം. Okay, let my clock pulse is like this. ഇതാണ് എൻ്റെ ഒരു ക്ലോക്ക് പൾസ് എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഫസ്റ്റ് ക്ലോക്ക് പൾസ്, ദിസ് ഈസ് മൈ സെക്കൻഡ്. ഇതെല്ലാം നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ whenever there is a 1 to 0 ട്രാൻസിഷൻ ഞാൻ നമ്പർ ഇട്ടത്. ദിസ് ഈസ് തേർഡ് ക്ലോക്ക്, ഫോർത്ത് ക്ലോക്ക്, ഫിഫ്ത്ത് ക്ലോക്ക്, സിക്സ്ത് ക്ലോക്ക്, സെവൻത്ത് ക്ലോക്ക്, and so this is 8th clock. Okay, so what will be my QA, QB and QC? Initially all the flip flops are cleared എന്ന കണ്ടീഷനിൽ എടുക്കുകയാണ്.
So initially it is 0 0 0. Okay, initially as 0 0 0 ആണ്. Then QA ഇത് ടോഗിൾഡ് കണ്ടീഷൻ ആണ്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾഡ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സോ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾഡ് കണ്ടീഷൻ ആണ്. ഈ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ട് അതിന്റെ കോംപ്ലിമെന്റ് ആവും ഇപ്പോഴത്തെ ഔട്ട്പുട്ട്. അപ്പോൾ ഇനീഷ്യലി ഇത് QA 0 ആയിരുന്നു. സോ ഫസ്റ്റ് ക്ലോക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ഗോസ് 1 ആൻഡ് ഇറ്റ് റിമെയിൻസ് 1 until the next clock pulse came. അപ്പം നെക്സ്റ്റ് ക്ലോക്ക് പൾസ് ഏതാണ്? രണ്ടാമത്തെ ക്ലോക്ക് പൾസ് ഇവിടെയാണ് വരുന്നത്. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്താണ് അവസ്ഥ? ഇവിടെ 1 ആയിരുന്നു ഇപ്പോൾ പ്രീവിയസ് ഔട്ട്പുട്ട്. രണ്ടാമത്തെ ക്ലോക്ക് പൾസ് വരുമ്പോൾ ഇറ്റ് വിൽ ഗോസ് ടു 0. ഓക്കെ, ആൻഡ് ഇറ്റ് റിമെയിൻസ് 0 until the next clock pulse came. So whenever there is a next clock pulse came, it will again goes to 1 and it remains 1 until the next clock pulse came. So its output is like this. Hope you clear this idea. Okay, so initially first clock pulse വരുമ്പോൾ ഇത് 0 ആയ കാരണം ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ ഇത് 1 ആവും, QA 1 ആവും. It remains 1 until next clock pulse came. Okay, it's like this, and this is given as the clock of the second flip flop. So this will be also act as a clock of the second flip flop. Okay, it will be like this. So initially, so ഇതാണ് B flip flop ന്റെ ക്ലോക്ക്. So initially ഇത് 0 ആണ്. So it will be going to 1 and it will be remains 1. It will be like this. It will be remains 1 until the next clock pulse came, and it will be like this. And this is given as the clock of the last flip flop, that is flip flop C. So initially it is 0. So whenever it's going to the first clock, it will be goes like this. So this will be the output of the all the flip flop with the incoming clock pulse. ഇൻകമ്മിങ് ക്ലോക്ക് പൾസിന് അനുസരിച്ച്, കാരണം ഇത് മാത്രം ഈ എ ഫ്ലിപ്പ് ഫ്ലോപ്പിന് മാത്രമാണ് ഈ ക്ലോക്ക് ഡയറക്റ്റ്ലി കൊടുക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്. സോ യു വിൽ ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ലൈക്ക് ദിസ്. So initially all the flip flops are cleared 0 0 0. Then the first clock pulse is came. What will happen? This is 0 0 1. QA is 1. This is my MSB, most significant bit, and this is my LSB, least significant bit. Okay. Then the next clock pulse came. This 0 1 0. The output will be 0 1 0. Then the third clock pulse came. This is 0 1. This is already 1 and 1. And when the fourth clock pulse came, 1 0 0. And the fifth clock pulse came, 1 0 1. And when now there is 7, this is 6 1 1 0. And 7th is 1 1 1. Okay. So 7, it is like an up counter. So whenever there is clock pulse came, it will be counting the number of clocks. So 0 1 2 3 4 5 6 7 counting. Then 8 clock pulse വരുമ്പോൾ it's again restart from 0 0 0. Again 9th clock pulse വരുമ്പോൾ it will be 0 0 1 like this. Okay. So while we drawing the truth table, it is like this. Whenever this clock, this is QC, QB, QA, because this is MSB, this is LSB. So 0th clock pulse, this is 0 0 0, and 1 0 0 0 1, and 2 this is 0 1 0. It will goes like that. Okay. And 7 it is 1 1 1, and it is 8 is all clear. It will be like that. So it is like an up counter. Up counter എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് ഫ്രം 0 അപ്പ്, മേളിൽ താഴെ നിന്ന് മേളിലേക്ക് കൗണ്ട് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ. സോ ഹിയർ വി ക്യാൻ ഹാവ് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ്, 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്.
So we can have 3-bit counter. So it can count up to 2 raised to n minus 1, അതായത് 7 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് 8 സ്റ്റേറ്റ് 2 raised to n സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. 0നെ ഒരു സ്റ്റേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. കൗണ്ട് അപ് ടു 2 raised to n minus 1, 7 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് കൗണ്ടർ പോകുന്നത്. ആൻഡ് ദിസ് കൗണ്ടർ സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഈ ഫ്രീക്വൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്തു, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയി കഴിയുമ്പോൾ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്തു, ഒന്നായിട്ട് ഡിവൈഡ് ചെയ്തു. കൺസിഡർ ദിസ് ഇസ് 1 MHz ഫ്രീക്വൻസി ആണെങ്കിൽ ഇത് 0.5 MHz ഫ്രീക്വൻസി ആയി, ഇത് 0.25 MHz ഫ്രീക്വൻസി ആയി, ഇത് 0.125 MHz ഫ്രീക്വൻസി ആയി. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട് എന്നും കൗണ്ടറിനെ പറയാറുണ്ട്. സംടൈംസ് ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പം n ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ, if we have n flip flop, the frequency is divided into input frequency divided by 2 raised to n ആയിട്ട് ഡിവൈഡ് ചെയ്യും. കഴിഞ്ഞ എക്സാമ്പിളിൽ, പ്രീവിയസ് എക്സാമ്പിളിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉള്ളായിരുന്ന കാരണം അതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി. ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ QC ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിൻ്റെ ഡിവൈഡഡ് ബൈ 8 ആണ്. ഓക്കെ, അതായത് ഇപ്പം ഒരു 8 MHz ആണ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക. ഇവിടെ എടുത്തു കഴിയുമ്പോൾ 1 MHz ആവും. കാരണം എന്താ, ഇവിടെ 8 MHz ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് 4 ആയിരിക്കും, സെക്കൻഡിന് 2 ആയിരിക്കും. ദിസ് വിൽ ബി 1 MHz. So it is also known as a frequency divider circuit. അപ്പം if we have n flip flop, the input frequency is divided by 2 raised to n times. Okay, so the counter circuit is also known as a frequency divider circuit. Okay, that is also very important concept. Okay, this is an up counter. Okay, this is an 3-bit up counter. So how we can make down counter? Down counter എങ്ങനെ മേക്ക് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇപ്പം ഡൗൺ ഔസിൻക്രോണസ് കൗണ്ടറിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൽ മാത്രമാണ് നമ്മൾ ഇൻപുട്ട് ക്ലോക്ക് ഫ്രീക്വൻസി കൊടുക്കുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഔട്ട്പുട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ആക്ച്വൽ ഔട്ട്പുട്ടിൽ നിന്ന് ക്ലോക്ക് ഫ്രീക്വൻസി നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കുള്ള ക്ലോക്ക് ഫ്രീക്വൻസി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ അപ്പ് കൗണ്ടർ. ഇനി ഔട്ട്പുട്ട് കോംപ്ലിമെന്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ഡൗൺ കൗണ്ടർ. ഓക്കെ, ഫൈൻ. സോറി. ഓക്കെ, ഡൗൺ കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ഡൗൺ കൗണ്ടർ ഒന്ന് വരച്ച് നോക്കുക. ഡൗൺ കൗണ്ടർ, 3-bit ഡൗൺ കൗണ്ടർ. ഞാനത് വരയ്ക്കുന്നില്ല, നിങ്ങൾ തന്നെ വരച്ച് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ വരച്ചിട്ട് നിങ്ങളൊന്ന് അയച്ചു തരണേ എങ്ങനെയാണ് ഇത് വരയ്ക്കുന്നതെന്ന്. അപ്പം 3-bit ഡൗൺ കൗണ്ടറിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഔട്ട്പുട്ടിൻ്റെ കോംപ്ലിമെൻറ്റിൽ നിന്ന് എടുത്ത് വരയ്ക്കുക, ക്ലോക്കിലേക്ക് കൊടുക്കുക. അപ്പം ഇനീഷ്യലി ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ഇനീഷ്യലി ഇത് 0 ആവും, ദെൻ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പോൾ QA ഹൈ ആവും. ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഇനി QA ബാർ ആണ് QBയിലേക്ക് കൊടുക്കുന്നത്, B ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ QAയുടെ ബാർ കോംപ്ലിമെൻ്റ് എടുത്ത് വരയ്ക്കുക. അതിൻ്റെ ക്ലോക്കാണ് Bയിലേക്ക് കിട്ടുന്നത്. സോ അതെടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസീവായിട്ട് നിങ്ങൾ QB വരയ്ക്കുക. ഇനി QB ബാർ വരയ്ക്കുക. ആ ക്ലോക്കാണ് സിയിലേക്ക് കൊടുക്കുന്നത്, C ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് വരയ്ക്കുക. എന്നിട്ട് QC QB QA കൗണ്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് കൗണ്ട് കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കൗണ്ടിങ് എന്ന് പറയുന്നത് ഇനീഷ്യലി 0 0 0 ആയിരിക്കും. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 1 1 1 എന്നായിരിക്കും. ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ കിട്ടുന്നത് 1 1 0 എന്നായിരിക്കും. ദെൻ തേർഡ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ 1 0 1 എന്നായിരിക്കും കിട്ടുന്നത്. ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഡൗൺ കൗണ്ടിങ്. ദാറ്റ് ഈസ് ഇനീഷ്യലി 0 ആയിരുന്നു, ദെൻ 7 ആയി, ദെൻ 6 ആയി, ദെൻ 5 ആയി, ദെൻ 4 ആയി, 3 2 1 0. Again it will goes to 7, then again 6 5 4 3 2 1, like that. Down counting you will get. ഞാൻ അത് വരയ്ക്കുന്നില്ല, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. നിങ്ങൾ വരയ്ക്കാതിരിക്കരുത് എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, hope you clear this idea. Down counter is an assignment like that.
സോ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പ് കൗണ്ടറിനാണെങ്കിൽ നമ്മൾ ക്ലോക്ക് ഫ്രീക്വൻസി ക്ലോക്ക് കൊടുക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിൽ നിന്നാണ്. ഡൗൺ കൗണ്ടർ ആണെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടിന്റെ കോംപ്ലിമെന്റിൽ നിന്നാണ് നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ക്ലോക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് അപ്പോൾ ഡിസൈൻ പാർട്ട് ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല. ഒന്നില്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോംപ്ലിമെന്റിൽ നിന്ന് എടുത്ത് കൊടുക്കും. ഒന്നില്ലെങ്കിൽ അപ്പ് കൗണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഡൗൺ കൗണ്ടർ ആയിരിക്കും അസിൻക്രണസ് കൗണ്ടറിൽ. ഇനി സിൻക്രണസ് കൗണ്ടറിൽ യു ഹാവ് ടു ഡിസൈൻ. You have to design for the input. Okay, so we can have synchronous counter. That is very important. നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് ഈ ഡിസൈനിങ് പാർട്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ കോമൺലി വരുന്നത്. ഓക്കെ, ഇൻ സിൻക്രണസ് കൗണ്ടറിൽ എന്താണ് ചെയ്യുന്നത്? ക്ലോക്ക് സിഗ്നൽ ഈസ് അപ്ലൈഡ് ടു ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് സൈമിൾട്ടേനിയസ്ലി. സോ ക്ലോക്ക് സിഗ്നൽ applied to all flip flop simultaneously. Okay, അപ്പോൾ സിൻക്രണസ് കൗണ്ടറിൽ ഇതുപോലെ തന്നെ അപ്പ് കൗണ്ടർ ഉണ്ട്, ഡൗൺ കൗണ്ടർ ഉണ്ട്, സീക്വൻസ് ജനറേറ്റർ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് കൗണ്ടർ ഡിസൈൻ ചെയ്യുന്നത്? അപ്പം ഞാൻ ഇതിനകത്ത് സിൻക്രണസ് കൗണ്ടറിൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും ക്ലോക്ക് പൾസ് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിനകത്ത് ഡിസൈൻ പാർട്ട്? ഈ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് ആയിരിക്കും അതിൻ്റെ ഡിസൈൻ പാർട്ട്. കഴിഞ്ഞ സർക്യൂട്ടിൽ നമുക്കറിയാൻ പറ്റും, കഴിഞ്ഞ സർക്യൂട്ടിൽ നമ്മുടെ എല്ലാ ഇൻപുട്ടും എന്ന് പറയുന്നത് +5 ടോഗിൾഡ് കണ്ടീഷനിൽ വെച്ചിരിക്കുകയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് ഇൻപുട്ടിൽ ഡിസൈൻ പാർട്ടൊന്നും ഇല്ലായിരുന്നു. ഇൻപുട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാം ടോഗിൾഡ് കണ്ടീഷനിൽ വെച്ചിരിക്കുകയായിരുന്നു. ഓൺലി ക്ലോക്ക് മാത്രമായിരുന്നു പ്രശ്നമായിട്ടുള്ളത്. ബട്ട് സിൻക്രണസ് കൗണ്ടറിൽ നമ്മൾ ക്ലോക്ക് എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്ന കാരണം നമുക്ക് ഇനി ഡിസൈൻ ചെയ്യേണ്ട വരും ഓരോ ഇൻപുട്ടും. ഓക്കെ, എങ്ങനെ നമുക്കൊരു അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്യാം? So how we can make an up counter? Okay, let ഇതുപോലെ തന്നെ എനിക്ക് 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. 3-bit കൗണ്ടർ, 3-bit അപ്പ് കൗണ്ടർ ആണ് സിൻക്രണസ് കൗണ്ടർ. കൗണ്ടർ ആണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഐ ക്യാൻ ഹാവ് ദ സെയിം T ഫ്ലിപ്പ് ഫ്ലോപ്പ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, ചോദിക്കാതിരിക്കരുത്. സോ വി ക്യാൻ ഹാവ് എ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ദർ, ഫ്ലിപ്പ് ബി ഈസ് ദർ, സി ഈസ് ദർ, ടി എ, ക്യു എ, ക്യു എ ബാർ, ടി ബി, ക്യു ബി, ക്യു ബി ബാർ, and this is TC, TC. So this is my A output, QB output, QC output. And I am applying clock to all the flip flops simultaneously. So negative edge triggered ആണ്. So I have to design for TA, TB and TC. ഞാൻ TA, TB, TCക്ക് ഡിസൈൻ ചെയ്യേണ്ട വരും. എങ്ങനെ ഡിസൈൻ ചെയ്യണം? എനിക്ക് എന്താണോ ഔട്ട്പുട്ട് വേണ്ടത് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. എനിക്ക് അപ്പ് കൗണ്ടർ ആണ് വേണ്ടത്. സോ അപ്പ് കൗണ്ടർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I have to get an output like this. So this is the clock frequency. I have to count 0, 1, 2, 3, 4, 5, 6 and 7 clock frequency. And my output is QC, QB, QA is my output. Initially it is 0, 0, 0. Then first up counter 0, 0, 1. Then 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0, 1. It will be like that. And 1, 1, 0 and 1, 1, 1. എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. So I have to design for this TA, TB, TC. ഇത് കിട്ടാനായിട്ട് ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോഴും ഇങ്ങനെ
ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പാകത്തിന് എൻ്റെ ടി എയും ടി ബിയും ടി സിയും ഡിസൈൻ ചെയ്യണം എനിക്ക്. ഓക്കെ, ഹോപ്പ് യു ക്ലിയർ ദിസ് ഐഡിയ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുന്നത്, ഔട്ട്പുട്ട് ചെയ്യുന്നത്? സോ ദിസ് ഈസ് മൈ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് is there. If my qn minus 1 qn 0 0 വരുന്ന രണ്ട് കണ്ടീഷൻ, either previous output 0 ആവാം 1 ആവാം, 1 വരുന്ന രണ്ട് കണ്ടീഷൻ. സോ 0 ആണെങ്കിൽ there will be no change, previous output എന്താണോ അത് തന്നെയായിരിക്കും present output. 1 ആണെങ്കിൽ it will be in toggled condition. So it is in toggled condition. അതായത് പ്രീവിയസ് ഔട്ട് 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ 0 ആവും. 0 ആകുമ്പോൾ 0 ആണെങ്കിൽ 0 തന്നെ, 1 ആണെങ്കിൽ 1 തന്നെ. ഇങ്ങനെയാണ് നമുക്ക് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടുക. ഓക്കെ, ക്ലോക്ക് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച്. ഓക്കെ, while we apply clock. Okay, hope you clear this thing. And I have to design for this TA, for this QA. അപ്പം ഈ QA വെച്ചിട്ട് TA ഡിസൈൻ ചെയ്യണം. അപ്പം എനിക്കിവിടെ നോക്കുമ്പോൾ അറിയാം 0 to 1 ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ടി എ വെച്ച് 0 to 1 1 to 0 0 to 1 1 to 0 0 to 1 1 to 0. അപ്പോൾ എപ്പോഴും ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എപ്പോഴും ടോഗിൾ 0 to 1 1 to 0 0 to 1 1 to 0 അല്ലെങ്കിൽ എന്താണ് ടോഗിൾഡ് കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് ടി എ ഷുഡ് ബി ഓൾവേസ് 1 ആയിരിക്കണം. ക്ലോക്ക് കൊടുക്കുമ്പോൾ ഒക്കെ ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിലാണ് ക്യൂ എ ഇരിക്കുന്നത്. അപ്പോൾ ടി എ എന്ന് പറഞ്ഞ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് എപ്പോഴും ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ക്ലോക്ക് കൊടുക്കുമ്പോൾ. ഇനി നോക്കുക, ടി ബി നോക്കുക. ടി ബി എന്ന് പറയുന്നത് ക്യൂ ബി എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ബി എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടാണ്. 0 to 0 ട്രാൻസിഷൻ വേണമെങ്കിൽ 0 to 0 ട്രാൻസിഷൻ വേണമെങ്കിൽ ഇൻപുട്ട് 0 ആയിരിക്കണം. 0യിൽ നിന്ന് 0യിലേക്ക് ട്രാൻസിഷൻ ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ഉറപ്പായിട്ട് 0 ആയിരിക്കണം. സോ ഇൻ ദിസ് കണ്ടീഷൻ 0 to 0 ട്രാൻസിഷൻ വേണമെങ്കിൽ ദാറ്റ് ഇൻപുട്ട് വിൽ ബി 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ 0 to 1 ട്രാൻസിഷൻ ആണ് വരുന്നത്. സോ അറ്റ് ദാറ്റ് ടൈം ദ ഇൻപുട്ട് വിൽ ബി 1 ആയിരിക്കണം, 0 to 1. ദെൻ 1 to 1 ട്രാൻസിഷൻ വരണമെങ്കിലോ ക്ലോക്ക് 1ലേക്ക് ട്രാൻസിഷൻ ചെയ്യണമെങ്കിലോ അപ്പം ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കണം, ചേഞ്ച് ഒന്നുമില്ല. Then there is 1 to 0. 1 to 0 വരുമ്പോൾ there will be a change. 0 to 0 വരുമ്പോൾ again there will be input should be 0 ആയിരിക്കണം. 0 to 1 വരുമ്പോൾ 1 ആയിരിക്കണം. Then 1 to 1 വരുമ്പോൾ 0 ആയിരിക്കണം. Then again 1 to 0 ആണ് വരേണ്ടത്. So there will be 1. Then TC വരുമ്പോൾ TC and QC. So these are 0 to 0 0 0 to 0 again 0 0 to 0 transition is 0 0 to 1 transition there will be 1 1 to 1 again 0 1 to 1 1 to 1 again 0 ആയിരിക്കണം ഇൻപുട്ട്, 1 to 1 again 0 ആയിരിക്കണം, 1 to 0 there will be 1. നിങ്ങൾക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ്? ഞാൻ ഒന്നുകൂടെ പറയണോ? ഇത് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതൊന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ എങ്ങനെയാണ് ഞാൻ ഇൻപുട്ട് എഴുതിയെന്ന്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ഈ ടി എയും ടി ബിയും ടി സിയും എഴുതിയത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? കാരണം ഇനി സീക്വൻസ് ജനറേറ്റർ ഒക്കെ പറയുമ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നുകൂടി പറയേണ്ട കാര്യമുണ്ടോ ഇത്? നിങ്ങൾ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? ഓക്കെ, നിങ്ങൾ അറിയില്ലാത്ത ഉറപ്പായിട്ടും ചോദിക്കണം കേട്ടോ, നിങ്ങൾ മടി വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ കേസിൽ എന്താണ്, നമുക്ക് ടി എയും ടി ബിയും ടി സിയും ഡിസൈൻ ചെയ്തിട്ട് വേണം ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോൾ, കാരണം സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലോക്ക് കൊടുക്കുമ്പം നമുക്ക് ഓരോ കൗണ്ട് കിട്ടാനായിട്ട്. അപ്പം നമുക്ക് അപ്പ് കൗണ്ടറാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ക്യൂ സി ക്യൂ ബി ക്യൂ എ എന്ന് പറയുന്നത് 0 0 1 എന്ന് പറഞ്ഞ പൊസിഷനിലെത്തണം. ദെൻ 0 1 0 എന്ന് പറഞ്ഞ പൊസിഷനിലെത്തണം. ദെൻ 0 1 1 എന്ന് പറയുന്നത് 1 0 0 എന്ന് പറയുന്നത് ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് വേണ്ടത്. സോ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. എനിക്കിങ്ങനെയാണ് ക്ലോക്ക് കൊടുക്കുമ്പം ഔട്ട്പുട്ട് വേണ്ടത്, അപ്പ് കൗണ്ടറിനെ സംബന്ധിച്ചിട്ട് ഔട്ട്പുട്ട് വേണ്ടത്.
ഇങ്ങനെ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് എൻ്റെ ഇൻപുട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ടി എയും ടി ബിയും ടി സിയും എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നാണ് ഇനി ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ നോക്കി, ഇപ്പോൾ ക്യു എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ്. സോ എ എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എങ്ങനെയായിരിക്കണം എന്നാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പം എ എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ഇത് ടോഗിൾഡ് കണ്ടീഷൻ. അത് നിങ്ങൾ ഔട്ട്പുട്ട് നോക്കുമ്പോൾ അറിയാം, ഈ ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്. ഞാൻ ഓരോ ഇൻഡിവിജ്വൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ടാണ് ഞാൻ ഇതെടുക്കാൻ പോകുന്നത്. സോ 0 to 1, 1 to 0, 0 to 1, 1 to 0, 0 to 1, 1 to 0, 0 to 1, അങ്ങനെയാണ് പോകുന്നത് ഓരോ ക്ലോക്ക് കൊടുക്കുമ്പോൾ. അങ്ങനെ അതായത് ടോഗിൾഡ് കണ്ടീഷനിലാണ്. ഇതാണ് പ്രീവിയസ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 1 ആയി, നെക്സ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 ആയി, നെക്സ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 1 ആയി, നെക്സ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 ആയി. അങ്ങനെയാണ് പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് എപ്പോഴും 1 ആയിരിക്കണം, എന്നാലാണ് ടോഗിൾഡ് കണ്ടീഷനിലാവുള്ളൂ. ക്ലിയർ ആയല്ലോ? എയുടെ കാര്യം ക്ലിയർ ആയോ? ഫ്ലിപ്പ് ഫ്ലോപ്പ് എയുടെ കാര്യം. അതുകൊണ്ടാണ് ഞാൻ ടി എ ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും ഹൈ ആക്കി വെച്ചത്. ടി എ ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോക്ക് കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് ക്യൂ എ എപ്പോഴും ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. ഈ ഐഡിയ ക്ലിയർ ആയില്ലേ? എ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഐഡിയ ക്ലിയർ ആയോ? ഓക്കെ. ഇനി എനിക്ക് വേണ്ടത് ക്യൂ ബി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന്. 0 to 0 ട്രാൻസിഷൻ വേണം ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ. സെക്കൻഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 to 1 ട്രാൻസിഷൻ വേണം. തേർഡ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 1 to 1 തന്നെയാണ് ഇരിക്കുന്നത്. ഫോർത്ത് ക്ലോക്ക് കൊടുക്കുമ്പോൾ 1 to 0 ആണ്. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി 0 to 0 ട്രാൻസിഷൻ വേണം ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻപുട്ടിൽ 0 കൊടുത്തു കഴിഞ്ഞാലാണ് 0 to 0 ട്രാൻസിഷൻ നടക്കുകയുള്ളൂ. 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? 0 to 1 ട്രാൻസിഷൻ ആയി പോകും. അപ്പോൾ ഇനീഷ്യലി എൻ്റെ ഇൻപുട്ട് 0 ആണെങ്കിൽ മാത്രമാണ് ക്ലോക്ക് കൊടുക്കുമ്പോൾ 0യിൽ നിന്ന് 0യിലേക്ക് ട്രാൻസിഷൻ ചെയ്യുള്ളൂ. ക്യൂ ബി എന്ന് പറയുന്നത് 0യിൽ നിന്ന് 0യിലേക്ക് ട്രാൻസിഷൻ ചെയ്യുള്ളൂ. ഇപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ദെൻ അടുത്ത ക്ലോക്ക് കൊടുക്കുമ്പോൾ എനിക്ക് 0 to 1 ട്രാൻസിഷൻ ആണ് വേണ്ടത്. അത് കാരണം എൻ്റെ ടി ബി 1 ഞാൻ ആ സമയത്ത് കൊടുക്കണം. ടി ബി 1 കൊടുത്തു കഴിഞ്ഞാലാണ് 0 to 1 ട്രാൻസിഷൻ വരികയുള്ളൂ. ഇനി എനിക്ക് 1 to 1 ആണ് വേണ്ടത്. അതായത് 1ൽ നിന്ന് 1ലേക്ക് തന്നെയാണ് പോകേണ്ടത്. അതായത് നോ ചേഞ്ച് ആണ്. നോ ചേഞ്ച് ആണെങ്കിൽ ഇൻപുട്ട് ആ സമയത്ത് എനിക്ക് 0 ആയിരിക്കണം. ദെൻ 1 to 0 ആണ് എനിക്ക് വേണ്ടത്. സോ ഇൻപുട്ട് ആ സമയത്ത് 1 ആയിരിക്കണം. ദെൻ 0 to 0 ആണ് വേണ്ടത്. സോ ഇൻപുട്ട് 0 ആയിരിക്കണം. ദെൻ 0 to 1 എവിടെ ട്രാൻസിഷൻ വരുന്നോ ആ സമയത്ത് എൻ്റെ ഇൻപുട്ട് 1 ആയിരിക്കണം. എവിടെ ട്രാൻസിഷൻ ഇല്ല, നോ ചേഞ്ച് ആണ്, ആ സമയത്ത് എൻ്റെ ഇൻപുട്ട് 0 ആയിരിക്കണം. ക്ലിയർ ആയോ? ഈ ഐഡിയ ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ടി ബി 01 01 01 എന്ന് വന്നതെന്ന് ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ ടി സി ഡിസൈൻ ചെയ്യുക. 0 to 0 ട്രാൻസിഷൻ ആണ്. അപ്പോൾ ഇൻപുട്ട് 0 ആയിരിക്കണം. 0 to 0 ആണ്, അഗെയിൻ 0 ആയിരിക്കണം. 0 to 0 ആണ്, 0 ആയിരിക്കണം. ദെൻ തേർഡിൽ നിന്ന് ഫോർത്ത് ക്ലോക്ക് കൊടുക്കുമ്പോൾ 0 to 1 ട്രാൻസിഷൻ ഉണ്ട്. ആ സമയത്ത് ഇൻപുട്ട് 1 ആയിരിക്കും. ഓക്കെ. സോ ഐ ഹാവ് ടു ഗെറ്റ് ആൻ ഇൻപുട്ട് ലൈക്ക് ദിസ്. അപ്പം ടി എ ഷുഡ് ബി 1 ആണ്. ടി എ ഷുഡ് ബി ഓൾവേസ് 1 ആണ്. സോ ടി എ എന്ന് പറയുന്നത് എൻ്റെ ഒരു +5 വോൾട്ടേജ് എപ്പോഴും കൊടുത്തിട്ടിരിക്കുക. കാരണം അതെന്ത് എപ്പോഴും ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ടി ബി ഐ ഹാവ് ടു ഡിസൈൻ ഫോർ ടി ബി. ടി ബിക്ക് ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ ടി സിക്ക് ഡിസൈൻ ചെയ്യുക. എങ്ങനെ ടി ബിക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും? ടി ബിക്ക് ഡിസൈൻ ചെയ്യുക. ഈ കൗണ്ട് അനുസരിച്ച് നമ്മളൊരു ട്രൂത്ത് ടേബിൾ ആണിത്. ട്രൂത്ത് ടേബിൾ ആണ്. അപ്പോൾ ആ ട്രൂത്ത് ടേബിളിൽ ട്രൂ കണ്ടീഷൻ ഇതൊക്കെയാണ് വരുന്നത്. സോ ഐ ഹാവ് ടു ഡിസൈൻ ഫോർ ടി ബി. സോ ടി ബിക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും? ഐ ഹാവ് ടു ഡിസൈൻ ഫോർ ടി ബി. ടി ബി എന്തായിരിക്കണം എന്നാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. പറഞ്ഞു. ഇനി 7th 1ൽ നിന്ന് ഞാൻ 8th ക്ലോക്ക് പൾസ് വരുമ്പോൾ എന്താണ് വരുന്നത്? 000യിലേക്കല്ലേ പോകുന്നത്. അപ്പം 1 to 0 അല്ലേ വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 1 ഇട്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സീക്വൻസ് ജനറേറ്ററൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കാതെ പോകരുത്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ക്യു സി ക്യു ബി ക്യു എ. അപ്പോൾ ക്യു സി ക്യു ബി ക്യു എയുടെ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ എങ്ങനെയാണ് എനിക്ക് ഈ ടി ബി കിട്ടുന്നതെന്നാണ്. ടി എ 1 ആണെന്ന് എല്ലാം 1 ആയ കാരണം ടി ബി 1 ആക്കി വെച്ചു. ടി എ 1 ആക്കി വെച്ചു. ഇനി ടി ബി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. സോ ക്യു സി ക്യു ബി ക്യു എയുടെ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ ദറ്റ് ഈസ് 0 0 0 1 1 0 and 1 1 condition. This is 0 1.
So the TB will be 0 1 0 1. That means 0 1 0 1. Then again 0 1 0 1 0 1 0 1. Okay. So this is for TB design. I am designing for TB. TBക്ക് ഞാൻ ഡിസൈൻ ചെയ്യാണ്. TBക്ക് ഡിസൈൻ ചെയ്യാൻ എന്താണ്, ഇതൊരു ഓരോ കണ്ടീഷനിൽ എങ്ങനെയാണ് TB വരുന്നതെന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ QC QB QAയുടെ ഓരോ കണ്ടീഷനിൽ എങ്ങനെയാണ് എൻ്റെ TB വരുന്നതെന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് എളുപ്പത്തിൽ ഇതിനകത്ത് എത്ര 1 1 1 1 4 ട്രൂ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ആ 4 ട്രൂ കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കെ മാപ്പ് വരച്ചത്. ഓക്കെ, സോ QB QA, this is QB QA bar QA QB bar QA bar, this is QB bar QA, this is QB QA, this is QB QA bar. Okay, this is QC bar QC. Okay, so I can make the group like this. So while we making this group, what is the condition? QC condition will be QC എന്ന് പറയുന്ന ടേം ഇതിൽ നിന്ന് ക്യാൻസൽ ആയിപ്പോയി, കാരണം QC ബാറും QC ഉണ്ടായിരുന്നു. QB എന്ന് പറഞ്ഞ ടേം ക്യാൻസൽ ആയിപ്പോയി, QB ബാർ QB ഉണ്ടായിരുന്നു. So the TB, from that I got TB is QA. TB is QA. TB is QA means this TB is directly given to Q. Okay. Then the last flip-flop in the output 0 0 0 1 0 0 1. So I have to design for TC. TC ki design cheyanam. Similar ആയിട്ട് TC ki design ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I have to design TC. Draw the same schema. This is QC, QB QA, this is QB bar QA bar, 0 0 0 1 1 0 1 1, this is 0 1, that is QC bar QC, this is QB bar QA, this is QB QA, this is QB QA bar, 0 1 2 3 4 5 6 7. Okay, so which are the two conditions? This is 3 and 7. 3 and 7 are two conditions. So I just 3 and 7. That is simply when we make as a group. So TC is simply QB QA. QC bar will be cancelled out. So I got QB and QA as TC. So how to design this one? So I have to design QB and QA. QB and QA means I just put an AND gate here. It is gonna see. And this is QB. And this is QA. This is QA. This is QB. So this is QA and QB. I have to design like this. So this circuit will be act as an up counter. Okay, clear. I think you clear this idea. എങ്ങനെയാണ് നിങ്ങൾ ഇത് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, സോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആദ്യം നിങ്ങൾ എഴുതുക. സോ എന്താണോ ഔട്ട്പുട്ട് കണ്ടീഷൻ വേണ്ടത്, ഇതിപ്പോൾ നമ്മൾ അപ്പ് കൗണ്ടർ ആയിരുന്നു വേണ്ടത്. സോ 0 0 0 to 0 0 1 0 1 0 അങ്ങനെ എഴുതി അതിനുശേഷം ആ
ചേഞ്ചിനനുസരിച്ചായിട്ട് ഇൻപുട്ടിന് എങ്ങനെയാണോ വേണ്ടത് അത് എഴുതി അതിനുശേഷം അതിന് സൊല്യൂഷൻ കണ്ടു. ആ ഇൻപുട്ട് ഈ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കെ മാപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്തു. ആ കെ മാപ്പ് വെച്ചിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ടി ബി എന്ന് പറയുന്നത് ക്യു എ തന്നെയാണ്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ടി ബി നോക്കുക 0101 എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് 0101 എന്ന് പറഞ്ഞ് ക്യു എ പോയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനീഷ്യലി ഫസ്റ്റ് കെ മാപ്പ് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. കാരണം എന്താ, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം ടി ബി എന്ന് പറയുന്നത് ക്യു എ തന്നെയാണ്. ആ കെ മാപ്പ് വെച്ച് ഞാൻ സോൾവ് ചെയ്തതന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങൾ അങ്ങനെ കാണാനായിട്ട് ജസ്റ്റ് നോക്കുമ്പോൾ അങ്ങനെ കിട്ടുന്നത് നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതുക. ടി സി നിങ്ങൾ നോക്കുക. ടി സി നിങ്ങൾ നോക്കി കഴിയുമ്പം അതിനകത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ടി സി എന്ന് പറയുന്നത് ക്യു ബി ആൻഡ് ക്യു എ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്യു ബി ആൻഡ് ക്യു എ ആയിട്ട് കിട്ടും. സോ ദ സർക്യൂട്ട് വിൽ ബി ലുക്ക് ലൈക്ക് ക്യു ബി ആൻഡ് ക്യു എ. ആൻഡ് ഗേറ്റ് കൊടുത്തിട്ട് അത് ടി സിയിലേക്ക് കൊടുക്കുക. ദെൻ ക്ലോക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് കൊടുക്കുക. ദാറ്റ് വിൽ ബി ആക്ട് ആസ് എ അപ്പ് കൗണ്ടർ. ഓക്കെ, hope you clear this idea. നിങ്ങൾക്ക് ക്ലിയർ ആയോ ഈ ഐഡിയ എങ്ങനെയാണ് അപ്പ് കൗണ്ടർ ഡിസൈൻ ചെയ്തതെന്ന്? ക്ലിയർ ആയോ നിങ്ങൾക്കിത്? ഓക്കെ, then you have to design a down counter, 3-bit down counter. You have to design a 3-bit down counter using 2 flip-flop. അപ്പോൾ അതെങ്ങനെ ഡിസൈൻ ചെയ്യും? നിങ്ങൾ ഡൗൺ കൗണ്ടർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഡൗൺ കൗണ്ടർ വരുന്നത് അത് ആദ്യം നിങ്ങൾ എഴുതുക. ഞാൻ ജസ്റ്റ് അതിൻ്റെ ട്രൂ ടേബിൾ വേണമെങ്കിൽ എഴുതാം. ക്ലോക്ക് ദിസ് ഇസ് ക്യു സി, ക്യു ബി, ക്യു എ. 0 ക്ലോക്കിൽ എല്ലാം 0 ആണ്. ഫസ്റ്റ് ക്ലോക്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് 111. സെക്കൻഡ് ക്ലോക്കിൽ 110. ദെൻ തേർഡ് ക്ലോക്കിൽ 101. ഫോർത്ത് ക്ലോക്കിൽ 100. It will be like that. You have to design for TA, TB and TC. Okay. Okay, clear. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും ടി എ എന്താണ്, ടി ബി എന്താണ്, ടി സി എന്താണെന്ന്. നിങ്ങളിങ്ങനെ തന്നെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് സർക്യൂട്ടിലേക്ക് വരയ്ക്കുക. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് അതിന് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മെച്ചം എന്താണ്? ഇതിപ്പം നമ്മൾ അപ്പ് കൗണ്ടർ ചെയ്തു, ഡൗൺ കൗണ്ടർ ചെയ്തു. ഇനി ഒരു സീക്വൻസ് ആണ് നിങ്ങളോട് ജനറേറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വിചാരിക്കുക. യു ഹാവ് ടു ഡിസൈൻ എ സീക്വൻസ്. അപ്പം ഒരു കൺസിഡർ നിങ്ങൾക്ക് ഒരു സീക്വൻസ് തന്നിരിക്കുകയാണ്. ആ സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾക്ക് അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുന്നത്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും തന്നെ ചോദിക്കാം. അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സർക്യൂട്ട് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് സർക്യൂട്ടാണ് അപ്പ് കൗണ്ടറും ഡൗൺ കൗണ്ടറും അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും തരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല, ഒരു സീക്വൻസ് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. ആ സീക്വൻസ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് താഴെ തന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിസൈൻ ഫോർ ദാറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇത് പ്രീവിയസ് ഇയറിൽ TFRന് ചോദിച്ചൊരു പ്രോബ്ലമാണ്.